ഹായ് ഓൾ, ഇന്ന് 10th ചാപ്റ്റർ 3 പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ചെറിയ ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ എന്താണ് ലീനിയർ ഇക്വേഷൻസ്? അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്തിട്ട് വരാം. നമ്മൾ 9th പഠിച്ച കാര്യമാണ്. അപ്പോൾ അതൊന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് പുറകോട്ട് പോയിട്ട് വരാം. അത് മാത്രമാണ് ഇന്നത്തെ ക്ലാസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ലീനിയർ ഇക്വേഷൻസ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. ആൻഡ് അവർ ന്യൂ ടേം ഈസ് പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ്. പെയർ എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ട് ജോഡി എന്ന് പറയും അല്ലേ. രണ്ടെണ്ണമെങ്കിലും രണ്ട് ഇക്വേഷൻസ് എന്ത് ചെയ്യും, കാണും. അപ്പോൾ രണ്ട് ഇക്വേഷൻസ് ആണ് നമ്മൾ ഇന്ന് ഡീൽ ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പേ നമുക്ക് ഒറ്റ ഇക്വേഷൻസ് എങ്ങനെ ആയിരുന്നു എന്ന് നമുക്കൊന്ന് റീകോൾ ചെയ്തിട്ട് പതുക്കെ വരാം. ഓക്കെ, നമുക്ക് പോയി നോക്കിയിട്ട് വരാം. അപ്പോൾ എന്താണ് ലീനിയർ ഇക്വേഷൻസ്? ഞാൻ ആദ്യം അതിൻ്റെ ജനറൽ ഫോം എഴുതുവാണ്. നമ്മുടെ ജനറൽ ഫോമാണ് നമുക്ക് ജനറൽ ഫോം എന്താണെന്ന് നോക്കാം. ജനറൽ ഫോം AX + BY + C = 0. ഇതാണ് എന്തുവാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ. അപ്പോൾ ഇതാണ് നമ്മുടെ ലീനിയർ ഇക്വേഷൻ്റെ ജനറൽ ഫോം. ഇനി നമുക്ക് രണ്ട് വേരിയബിൾസ് കാണാം. നമുക്ക് ഓൾറെഡി വേരിയബിൾസ് എന്താണെന്ന് അറിയാം അല്ലേ. വേരിയബിൾസ് നമ്മൾ എവിടെ പഠിച്ചു? പോളിനോമിയൽസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുകയുണ്ടായി. വേരിയബിൾസ് ഓർ ഓൾവേസ് ചേഞ്ചിങ് വാല്യൂസ്. എപ്പോഴും എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. നമ്മുടെ സ്വഭാവം പോലെ നമ്മൾ എന്ത് ചെയ്യും? എപ്പോഴും വേരിയബിൾസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ചേഞ്ചിങ് വാല്യൂസ് ആർ കോൾഡ് വേരിയബിൾസ്. അപ്പോൾ ഇവിടെ എത്ര വേരിയബിൾസ് കാണാം? എക്സ് വേരിയബിളാണ്, വൈയും വേരിയബിളാണ്. എക്സും വൈയും വേരിയബിൾസ് ആയിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഡിഗ്രിയുടെ കാര്യം നമ്മൾ പഠിച്ചായിരുന്നു. ഡിഗ്രി അല്ലെങ്കിൽ പവർ. എക്സിൻ്റെ മുകളിൽ 1 പവർ എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. ഇവിടെ എന്ത് ചെയ്യും? 1 കാണിച്ചിട്ടില്ല അല്ലേ. ഇത് നമുക്ക് ഓൾറെഡി അറിയാം. ഒരു എക്സേ ഉള്ളൂ എങ്കിൽ അതിൻ്റെ പവർ എന്തായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ എന്താണ്? എക്സിൻ്റെയും വൈയുടെയും പവർ എത്രയായിരിക്കും? 1 ആയിരിക്കും. എക്സിൻ്റെയും വൈയുടെയും പവർ 1 ആയിരിക്കും. അതുപോലെ തന്നെയാണ് വേറൊരു കാര്യം. എക്സും വൈയും ബോത്ത് നോട്ട് ഈക്വൽ ടു 0. എക്സും വൈയും ഒന്നിച്ച് എക്സും വൈയും അല്ല, എയും ബിയും ഒന്നിച്ച് 0 ആവില്ല. എ ആൻഡ് ബി നമുക്ക് എന്ത് കാണാം? കോഫിഷ്യൻസ് കാണാം. ഈ കോഫിഷ്യൻസ് ഒന്നിച്ച് 0 ആവില്ല. ഒന്നിച്ച് എന്ത് ചെയ്യില്ല? 0 ആവില്ല. ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. നമുക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ എക്കും ബിക്കും 0 കൊടുത്തു. ഇപ്പോൾ A = 0, B = 0 ആൻഡ് C ഞാൻ 2 എന്ന് ഇക്വേറ്റ് ആണ്. ഇപ്പോൾ A = 0 ആയി, B = 0 ആയി, C = 2. ഇത് ഇങ്ങോട്ട് ഇക്വേറ്റ് ചെയ്യുവാണ്. ഇപ്പോൾ A × X എന്ന് വെച്ചാൽ 0 × X + B × Y എന്ന് വെച്ചാൽ 0 × Y + C എന്ത് കൊടുത്തു? ഞാൻ 2 എന്നാണ് കൊടുത്തത്. 2 = 0. And what is 0 × X? 0 × any number എന്തുവാണ്? റിസൾട്ട് will be always 0. റിസൾട്ട് എപ്പോഴും 0 ആയിരിക്കും. 0 + 0 × Y. എന്താണ് 0 × Y? 0 × Y is always 0 + 2 = 0. നമുക്ക് എന്ത് കിട്ടി? 2 = 0. But we know that this is a wrong statement. ഇതെന്താണ്? ഒരു റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കലും ഉണ്ടാവില്ല. കാരണം എന്താണ്? 2 = 0 ആണോ? നോ. ഇപ്പം നമ്മുടെ കയ്യിൽ 2 മിഠായി ഉണ്ട്. 2 മിഠായി വെച്ചിട്ട് നമുക്ക് ഒന്നുമില്ലെന്ന് പറയാൻ പറ്റുമോ കയ്യിൽ? ഇല്ല. അങ്ങനെ പറയണമെങ്കിൽ നമുക്ക് എന്തറിയണം? മാജിക് അറിയണം. സോ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല? 2 = 0 എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊരു തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മുടെ കണ്ടീഷൻ എന്തൊക്കെയാണ്? എയും ബിയും ഒന്നിച്ച് 0 ആവാൻ പാടില്ല. പിന്നെ എന്താണ്? എക്സിൻ്റെയും വൈയുടെയും പവർ ഈസ് ഓൾവേസ് 1
ആൻഡ് പിന്നെ ഒരെണ്ണം ഉള്ളത് എ ബി സി ആർ റിയൽ നമ്പേഴ്സ്. എന്താണ് റിയൽ നമ്പേഴ്സ്? എയും ബിയും സിയും ഒക്കെ എന്തുവാണെന്ന് പറഞ്ഞു? റിയൽ നമ്പേഴ്സ്. എന്താണ് റിയൽ നമ്പേഴ്സ്? നമ്മൾ 10, 9, 8 ഒക്കെ റിയൽ നമ്പേഴ്സ് പഠിച്ചു. റിയൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ, ഒരു വലിയ ബാഗുണ്ട് എൻ്റെ കയ്യിൽ, ഒരു വലിയ ബാഗ്. ഈ ബാഗാണ് ഞാൻ റിയൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞിരുന്നത്. നമ്മുടെ ബാഗിൽ എന്തൊക്കെയാണുള്ളത്? ബുക്സ് കാണും, അംബ്രല്ല കുട കാണും, പെൻസിൽ ബോക്സ് കാണും. അതുപോലെ ഈ റിയൽ നമ്പേഴ്സിനകത്ത് ഹോൾ നമ്പേഴ്സ് ഉണ്ട്. അതുപോലെ ഇൻറ്റീജേഴ്സ്. ഹോൾ നമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്താണ്? 0, 1, 2, 3. നമ്മൾ ഹോൾ എങ്ങനെ ഇരിക്കും? നമ്മൾ ഈ ഹോൾ എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ഹോൾ എങ്ങനെ ഇരിക്കും? 0 പോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കണം ഹോൾ നമ്പേഴ്സ് സ്റ്റാർട്ടിങ് വിത്ത് എന്താണ്? 0. നമുക്ക് എന്തുണ്ട്? ഹോൾ നമ്പേഴ്സ് ഉണ്ട്. ഇൻറ്റീജേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ മൈനസ് വാല്യൂസും കാണും, സീറോയും കാണും, പോസിറ്റീവ് വാല്യൂസും കാണും. ഇതാണ് ഇൻറ്റീജേഴ്സ്. അപ്പോൾ ഇൻറ്റീജേഴ്സ് ഉണ്ട്. റാഷണൽ നമ്പേഴ്സ് നമ്മൾ P/Q ഫോം അല്ലേ? P/Q ഫോമാണ് നമ്മൾ റാഷണൽ നമ്പേഴ്സിൻ്റെ സെറ്റ് കാണും. ഇറാഷണൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ എന്തുവാണ്? P/Q ഫോമിൽ എഴുതാൻ പറ്റാത്തത് √2, √3 ഇങ്ങനെയുള്ള ഇറാഷണൽ നമ്പേഴ്സ് കാണും. നാച്ചുറൽ നമ്പേഴ്സ് ആർ കൗണ്ടിങ് നമ്പേഴ്സ്. എന്താണ്? 1, 2, 3 എക്സെട്ര. അപ്പോൾ എന്തൊക്കെ ഉണ്ട് ഈ ബാഗിൽ? ഈ ബാഗ് അത്ര നിസ്സാരക്കാരനല്ല. ഈ ബാഗിൽ എന്തൊക്കെ ഉണ്ട്? ഈ ബാഗിൽ കുറേ നമ്പേഴ്സിൻ്റെ കളക്ഷനാണ് ഈ ബാഗ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് റിയൽ നമ്പേഴ്സ്. ഈ റിയൽ നമ്പേഴ്സാണ്. റിയൽ നമ്പേഴ്സിൽ എന്തൊക്കെ ഉണ്ട്? ഒരുപാട് നമ്പേഴ്സ് ഉണ്ട്. നെഗറ്റീവ് നമ്പേഴ്സ് ഉണ്ട്, പോസിറ്റീവ് നമ്പേഴ്സ് ഉണ്ട്, റൂട്ട് നമ്പേഴ്സ് ഉണ്ട്, അല്ലാത്ത ഒരുപാട് നമ്പേഴ്സ് നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. സോ ഈ നമ്പേഴ്സാണ് എ ബി സി ഓർ റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എന്തുവാണ് ലീനിയർ ഇക്വേഷൻ. ആൻഡ് വാട്ട് ഈസ് ഇക്വേഷൻ? എന്തുവാണ് നമ്മൾ ഇക്വേഷൻ എന്ന് പറയുന്നത്? സംതിങ് ഈസ് ഈക്വൽ ടു സംതിങ് അല്ലേ? ഇങ്ങനെ നമ്മൾ എഴുതിയിട്ടുണ്ട്. സംതിങ് ഈസ് ഈക്വൽ ടു സംതിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തിനെങ്കിലും ഇക്വേറ്റ് ചെയ്ത് നമ്മൾ ഇക്വേഷൻ ഒരു ഈക്വൽ ടു സൈൻ ഉണ്ട് എങ്കിൽ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഇക്വേഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് കുറച്ച് ലീനിയർ ഇക്വേഷനെ കുറിച്ച് അറിയാനുള്ളത്. ഇനി നമുക്കൊരു എക്സാമ്പിളിലോട്ട് കിടക്കാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഒരു എക്സാമ്പിളാണ്. ഇപ്പോൾ ഞാൻ A = 2, B = 3 ആൻഡ് C = -6 ഇങ്ങനെ കൊടുത്തിട്ട് ഞാൻ ജനറൽ ഫോം എന്താണ്? AX + BY + C = 0 ആണ് നമ്മുടെ ജനറൽ ഫോം. ഞാൻ ഇതിൽ എക്ക് 2 കൊടുക്കുന്നു, ബിക്ക് 3 കൊടുക്കുന്നു, സിക്ക് 6 കൊടുക്കുന്നു, -6 കൊടുക്കുന്നു. നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ A × X, എക്ക് പറഞ്ഞാൽ ഞാൻ എന്തെടുത്തു? 2 എടുത്തു. സോ 2x പ്ലസ് ബിക്ക് വരെ ഞാൻ 3 കൊടുത്തു. സോ 3y ആൻഡ് സിക്ക് വരെ ഞാൻ എന്തത്? -6 = 0. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? ഇവിടെ ഒരു 6 കിടക്കുന്നുണ്ടല്ലേ, കോൺസ്റ്റൻ്റാണ്. ഞാൻ എന്ത് ചെയ്യുന്നു? ഈക്വൽ ടു സൈൻ്റെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അപ്പം -6നെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും? -6 അപ്പുറത്ത് പോകുമ്പം പോസിറ്റീവ് ആവും. ചില ആൾക്കാരെ കണ്ടിട്ടില്ലേ? ഇപ്പുറത്ത് നിൽക്കുമ്പോൾ ഒരു സ്വഭാവം, അപ്പുറത്ത് പോകുമ്പോൾ വേറൊരു സ്വഭാവം. അതുപോലെയാണ് ഈ മൈനസിൻ്റെ കാര്യം. ഈ മൈനസ് എപ്പോഴും മറുകണ്ഠം ചാടുമ്പോൾ, അപ്പുറത്ത് ചാടുമ്പോൾ എന്ത് ചെയ്യും? പോസിറ്റീവാണ്. എപ്പോഴും നെഗറ്റീവ് നമ്പേഴ്സ് ഈക്വൽ ടു സൈൻ്റെ അപ്പുറത്ത് വരുമ്പോൾ എന്താവും? പോസിറ്റീവ് നമ്പേഴ്സ് ആവും. അപ്പോൾ എന്തായി ഞാൻ അപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ 2x + 3y = 6 എന്ന് കിട്ടി അല്ലേ? 2x + 3y = 6 എന്ന് കിട്ടി. നമുക്ക് കണ്ടുപിടിക്കും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ, ലീനിയർ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി എന്തായിരിക്കാം ഇതിൻ്റെ വാല്യൂസ്? എക്സും വൈയും ഉണ്ടല്ലേ, എന്തായിരിക്കും ഇതിൻ്റെ സൊല്യൂഷൻ? നമുക്ക് എപ്പോഴും ചിന്തിക്കില്ല എക്സിൻ്റെ വൈയുടെ സൊല്യൂഷൻ എന്തായിരിക്കും. ഇത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നമുക്കപ്പോൾ ഈ ഒരു ഇക്വേഷൻ മാത്രം എടുക്കാം അല്ലേ? 2x + 3y = 6. ഞാൻ ബാക്കി എല്ലാം ഒന്ന് മാറ്റി കളയുവാണ്. നമുക്കിതൊന്നും ആവശ്യമില്ല ഇനി. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ ഇക്വേഷൻ മാത്രം എടുക്കാം. എന്താണ് ഇക്വേഷൻ? എന്താണ്? 2x + 3y = 6. ഓക്കെ, ഇന്നൊരു ഇക്വേഷൻ എടുക്കുമ്പോൾ നമുക്ക് വാല്യൂസ് കണ്ടുപിടിക്കാം. എക്സ് വൈ ഇങ്ങനെ വരച്ചു, എന്നിട്ട് ഒരു വര വരയ്ക്കുന്നു, ഇങ്ങനെ വരയ്ക്കുന്നു. ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത്
എക്സിന് എനിക്കിഷ്ടമുള്ളൊരു വാല്യൂ ഞാൻ കൊടുക്കുന്നു. ഇപ്പോൾ ആദ്യം എക്സിന് 0 കൊടുക്കുന്നു. നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം? അത് നമ്മൾ കൊടുക്കുമ്പോൾ 0 കൊടുക്കണം. എക്സിനും വൈക്കും നമ്മൾ 0 ഇക്വേറ്റ് ചെയ്യണം. പിന്നെ എക്സിന് 0 കൊടുക്കുവാണെങ്കിൽ 0 എന്നൊരു വാല്യൂ എക്സിന് കൊടുക്കുമ്പോൾ എന്താവും? ഈ ഇക്വേഷൻ ചേഞ്ചായി എന്താവും? 2 × 0 ആവും. 2 × 0 ഇക്വേറ്റ് ചെയ്ത് മാത്രമേ ചെയ്തുള്ളൂ. പ്ലസ് 3y = 6. ഈ ടേം മൊത്തം എന്താ? 2 × 0 is 0. സോ ഈ ടേം പോയി. ബാക്കി എന്താ? 3y = 6 അല്ലേ? 3y = 6 ആയി. സോ y = ഈ 3 എവിടെ പോവും? ഇൻറ്റു ആയിട്ട് കിടക്കുന്ന മൾട്ടിപ്ലിക്കേഷനിൽ കിടക്കുന്ന ഈ 3 ഡിവിഷനായിട്ട് മാറും. എന്താവും? ഡിവിഷനായിട്ട് മാറും. ഓക്കെ, എവിടെ പോകും? ഡിവിഷനായിട്ട് മാറുമ്പോൾ താഴോട്ട് പോവും. സോ y = 6/3 now. ഓക്കെ, വാട്ട് ഈസ് 6/3? 6/3 എന്ന് വെച്ചാൽ 2 കിട്ടും. 6/3 is 2. സോ ഞാൻ എക്സിന് 0 കൊടുത്തപ്പോൾ വൈക്ക് എന്ത് വാല്യൂ ആണ് കിട്ടിയത്? 2 ഞാൻ ഇങ്ങോട്ട് എഴുതുവാണ്. ഓക്കെ, 2 കിട്ടി. അപ്പോൾ ഫസ്റ്റ് എക്സിന് ഞാൻ 0 കൊടുത്തപ്പോൾ y 2 കിട്ടി. ഇനി ഞാൻ നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യണം? നെക്സ്റ്റ് ഞാൻ വൈക്ക് 0 കൊടുക്കുവാണ്. വൈക്ക് എന്ത് ചെയ്യുന്നു? ഞാൻ 0 കൊടുക്കുന്നു. വൈക്ക് 0 കൊടുക്കുമ്പോൾ ഞാൻ വൈക്ക് എന്ത് ചെയ്തു? 0 ഇവിടെ ഇടുവാണ് കേട്ടോ. വൈക്ക് 0 കൊടുക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഈ ഇക്വേഷനോട് ഞാൻ എന്ത് ചെയ്യണം? ഇക്വേറ്റ് ചെയ്യണം. ഇക്വേറ്റ് ചെയ്യുമ്പോൾ 2x വല്ല മാറ്റം ഉണ്ടോ? ഇല്ല. എക്സിന് ഒന്നും തന്നെ വാല്യൂ കൊടുത്തിട്ടില്ല. പ്ലസ് y എന്തായി? 3 × 0 ആയി. 3 × 0 = 6 ആണ് അല്ലേ? =6 ആണ്. അപ്പോൾ എന്താവും? ഈ ടേം ഫുള്ളായിട്ട് പോയി അല്ലേ? 0 ആയിട്ട് പോയി. ബാക്കി എന്താവും? 2x = 6. സോ x = എന്ത് കിട്ടി? 6/2. 6/2 എന്താണ്? 3 എന്ന് കിട്ടും. എന്ത് കിട്ടും? നമുക്ക് 3 എന്ന് കിട്ടും. നമുക്ക് എന്ത് കിട്ടി? y 0 ആയപ്പോൾ x എന്ത് കിട്ടി? 3 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് 2 വാല്യൂസ് ഇവിടെ കിട്ടി അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാനുള്ള? ഇതിൻ്റെ വാല്യൂസ് കണ്ടെത്താനുള്ളത്. അപ്പോൾ നിങ്ങൾ ചോദിക്കുമല്ലേ, ഇതിന് വേറൊരു വാല്യൂസും ഇട്ടൂടെയോ? നിങ്ങൾക്ക് ചിന്തിക്കാം, ഇതിന് ഒരുപാട് വാല്യൂസ് ഉണ്ട്. ഞാനൊരു ഗ്രാഫ് വരച്ച് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിതിൻ്റെ ഗ്രാഫിനെ ഇങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി എഴുതി. 2x + 3y = 6. x 0 ആയപ്പോൾ y എന്ത് കിട്ടി? 2. അപ്പോൾ നമുക്ക് xy കോർഡിനേറ്റിനായി എഴുതുവാണ്. ഫസ്റ്റ് xy കോർഡിനേറ്റ് 0, 2. ആൻഡ് അടുത്ത xy കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ 3, 0. ഓക്കെ, ഇപ്പോൾ 2 കോർഡിനേറ്റ് നമുക്ക് കിട്ടി. ഞാൻ ഇപ്പോൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുവാണ്. ഗ്രാഫിനകത്ത് ഞാൻ എന്ത് ചെയ്യണം? ഗ്രാഫിൻ്റെ ഇത് വരയ്ക്കണം. ഞാൻ വരച്ചു. ഗ്രാഫിൻ്റെ ലൈൻ വരച്ചു. ഇതെന്താണ്? എക്സ് ആക്സിസ്. ഇതോ y ആക്സിസ്. ഇങ്ങോട്ട് വരുമ്പോൾ x' എന്ന് പറയും, താഴെ y' എന്ന് പറയും. ഇതൊക്കെ നെഗറ്റീവ് സൈഡാണ്. ഇങ്ങോട്ടൊക്കെ എന്താണ്? നെഗറ്റീവ് സൈഡ്. താഴോട്ടും എന്താണ്? നെഗറ്റീവ് സൈഡ്. പോസിറ്റീവ് എവിടെയാണുള്ളത്? ഇങ്ങോട്ടും ഇവിടെയും മാത്രമേ നമുക്ക് എന്തുള്ളൂ? എപ്പോഴും പോസിറ്റീവ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിത് വരയ്ക്കാം. അപ്പോൾ ഞാൻ 1, 2, 3 വാല്യൂസ് എടുത്തു. ഇവിടെയും 1, 2 കുറച്ചുകൂടെ കയറ്റി വരയ്ക്കുവാണ്. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? ഇവിടെ 3 ഇങ്ങനെ വാല്യൂസ് എടുത്തു. ഞാൻ ചെയ്യാൻ പോകുന്നത്, പിന്നെ ഇവിടെ നമുക്ക് അടയാളപ്പെടുത്താം -1, -2. താഴെയും കുറച്ച് ചെയ്യാം. -1, -2. ഇതാണ് നമ്മുടെ ഗ്രാഫ്. ദിസ് ഈസ് ദ ഗ്രാഫ്. ഇതാണ് നമ്മുടെ ഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് വാല്യൂ ഉണ്ട്. x 0, y എന്തായി? 2. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യാനുള്ളത് x 0, 2. സോ എക്സിൻ്റെ ആക്സിസ് ഇതാണ്. ഈ ലൈനാണ് x. സോ x 2 ആകുമ്പോൾ x 0 ആണല്ലേ? 0 എന്ന് വെച്ചാൽ ഇവിടെ ആയിരിക്കും 0 എന്ന് വെച്ചാൽ ഈ നടുക്കത്തെ മിഡ് പോയിൻ്റാണ് 0. 0, 2 ആണ്. y 2 ആണ്. y എന്ന് പറയുമ്പോൾ ഈ ആക്സിസ് ആണ് y. സോ y 2. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോയിൻ്റ് ഇതാണ്. സെക്കൻഡ് പോയിൻ്റ് 3, 0, x 3യും y 0. സോ x 3 ആകുമ്പോൾ x ആക്സിൻ്റെ ഇത് 3 എന്ന് പറയുമ്പോൾ ഇവിടെ ആയിട്ട് വരും. ആൻഡ് y എന്താണ്? 0. y 0 എന്ന് വെച്ചാൽ എഗെയിൻ ഇവിടെ.
നമുക്ക് എത്ര പോയിൻ്റ് കിട്ടി? 2 പോയിൻ്റ്. ഇവിടെ ഒരെണ്ണം, ഇവിടെ ഒരെണ്ണം. ഞാൻ ഗ്രാഫ് വരയ്ക്കുവാണ്. എന്ത് ചെയ്യും? ഗ്രാഫ് വരയ്ക്കുമ്പോൾ 2 ലൈനിലും ടച്ച് ചെയ്ത് ഇങ്ങനെ കിട്ടും. ഇത് ഇങ്ങനെ കിട്ടും. ഇതാണ് 2x + 3y = 6ൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ. ആൻഡ് ദിസ് കോർഡിനേറ്റ്, ഈ ഒരു കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 0, 2ഉം ആൻഡ് ഈ ഒരു കോർഡിനേറ്റ് 3, 0യും ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗ്രാഫ് വരയ്ക്കുന്നത്. അപ്പോൾ നമുക്കുള്ള നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുമ്പോൾ 0, 3 എന്നും 0, 2, 3, 0 ഇത്രയും വാല്യൂസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. x 0, 3യും y 2, 0 ആണോ? അല്ല. ഈ ലൈൻ എവിടെ കൂടെയൊക്കെ പാസ് ചെയ്യുന്നു അതൊക്കെ എന്തിൻ്റെ സൊല്യൂഷൻസ് ആയിരിക്കും? ഇപ്പോൾ എക്സിലും വൈയിലൂടെയൊക്കെ എവിടെയൊക്കെ ഏതൊക്കെ പോയിൻറ്റ്സ് ടച്ച് ചെയ്യുന്നത്? ഇവിടെ ഒരു പോയിൻ്റ് കാണും അല്ലേ? ഇവിടെ ഒരു പോയിൻ്റ് കാണും, ഇവിടെ ഒരു പോയിൻ്റ് ആണ്, ഇവിടെ ഒരു പോയിൻ്റ് ആണ്. ഇങ്ങോട്ട് എവിടെയൊക്കെ ടച്ച് ചെയ്യുന്നു ഈ ലൈന്, എവിടെയൊക്കെ അപ്പോൾ ഈ ലൈനിലുള്ള ടച്ച് ചെയ്യുന്നതല്ല, ഈ ലൈനിലുള്ള എല്ലാ പോയിൻറ്റ്സും ഇതിൻ്റെ സൊല്യൂഷൻ ആയിരിക്കും. എക്സിൻ്റെയും വൈയുടെ സൊല്യൂഷൻ. ഓൾ പോയിൻറ്റ്സ് ഓൺ ലൈൻ will be solution of linear equation in two variable എന്നാണ്. all points on line will be solution of linear equation in two variable. അതുപോലെ തന്നെ all solution lie on line ആണെങ്കിൽ all solution lie on line. എപ്പോഴും എല്ലാ സൊല്യൂഷനും എന്താണ്? ഈ ലൈനിൽ തന്നെ ആയിരിക്കും കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഡൗട്ട് മാറിയല്ലോ. എക്സിനും വൈക്കും ഇങ്ങനത്തെ 2 വാല്യൂസ് ആയിരിക്കില്ല, ഒരുപാട് വാല്യൂസ് കാണും. എവിടെയൊക്കെയോ അപ്പോൾ നമ്മൾ ഇപ്പോൾ എക്സിന് 1 കൊടുക്കുകയാണ്. അപ്പോൾ 2 × 1 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? 2 + 3y = 6 എന്ന് കിട്ടുമ്പോൾ ഓക്കെ 2 × 1 + 3y = 6. ഇങ്ങനെയാണെങ്കിൽ 2 × 1 അത് 2 + 3y = 6 അല്ലേ? 2 + 3y = 6. അപ്പോൾ എന്തായും? ഈ 2 എവിടെ പോവും? അപ്പുറത്തോട്ട് പോവും. അപ്പോൾ എന്താവും? 2 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? മൈനസ് ആവും. ഇവിടെയുള്ള 2 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? മൈനസ് ആവും. അപ്പോൾ 3y = 6 - 2 എന്താണ്? 4. സോ y = 4/3. ഇതൊരു ഫ്രാക്ഷൻ മെത്തേഡ്. 4/3 എത്രയാണ്? 1 3s 3, 1 ബാലൻസ് 1.33 എന്ന് കിട്ടും. അപ്പോൾ അത് ഒരു വാല്യൂ, ഒരു എക്സാക്റ്റ് വാല്യൂ ആയിരിക്കില്ല എങ്കിലും നമുക്ക് വാല്യൂ ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ കറസ്പോണ്ടിങ് y എക്സിന് 1 ആകുമ്പോൾ കറസ്പോണ്ടിങ് വൈക്ക് നമുക്കൊരു വാല്യൂ കിട്ടും. നമുക്ക് എങ്ങനെ ഇപ്പോൾ ഏതൊക്കെ ഈ ലൈന് എവിടെയൊക്കെ ഈ ലൈനിനകത്ത് ഏതൊക്കെ പോയിൻറ്റ്സ് ഉണ്ടോ അതൊക്കെ എന്തായിരിക്കും? എക്സിൻ്റെയും വൈയുടെയും സൊല്യൂഷൻ ആയിരിക്കും. ഇതാണ് നമ്മുടെ ലീനിയർ ഇക്വേഷൻസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ. നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻ ആണ്. ലീനിയർ ഇക്വേഷൻ പെയർ എന്താണ്? പെയർ എന്ന് വെച്ചാൽ 2 എണ്ണം കാണും. നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് 2 ലീനിയർ ഇക്വേഷൻ്റെ ജനറൽ ഫോമും അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളായിരിക്കും നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ എന്ത് ചെയ്തു? ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആണെന്ന് നോക്കിയത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ബൈ. താങ്ക് യു.